നമുക്ക് കുറച്ച് കോഴിപ്പാട്സ് ആട്ടോ കിട്ടിയത്. 2 കവറിലാക്കിയിട്ടാണ് മേടിച്ചത്. ഇത് ഒന്ന് മേടിച്ചാൽ അതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ 2 മേടിച്ചാൽ ഇത്തിരി ജാസ്തിയാവും. അപ്പോൾ ഇത്തിരി ഉച്ചയ്ക്ക് കറിയും വെക്കാം. നാളെ ഒരു പൂളയിലിട്ട് പുഴുങ്ങാമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നാക്കിയിരിക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ അത് ഒത്തിരി പാത്രങ്ങൾ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പാർട്സ് ആയിട്ട് ഓരോ പാത്രത്തിലാക്കി ആക്കി കഴുകിയെടുക്കാം കേട്ടോ. ഇപ്പോൾ പാർട്സിലുള്ള വേസ്റ്റൊക്കെ ഒഴിവാക്കി നമുക്ക് വേണ്ടത് മാത്രം എടുക്കാം. പിന്നെ എന്തൊക്കെ കുടുങ്ങിയാലും ഇത് ഈ പച്ച കാണുന്ന ഈ സാധനം മാത്രം നമ്മുടെ പാർട്സിൽ ഉൾപ്പെടുത്തരുത് കേട്ടോ. എന്താ വെച്ചാൽ ഇത് നല്ല കയ്പുള്ളതാണ്. ഇത് ഒഴിവാക്കേണ്ടതാണ്. കുറേ സംഗതി ഒഴിവാക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഒഴിവാക്കാനുള്ളതാണ്. എന്നാലും ഇതിന് നല്ല കയ്പായിരിക്കും കേട്ടോ. അപ്പോൾ അത് നന്നാക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 4-5 വിസിലടിക്കുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ അത് വേകുമ്പോഴേക്ക് നമുക്ക് അതിലേക്കുള്ള ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അരിഞ്ഞു വെച്ചതൊക്കെ നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ പോവാം. നമ്മളിതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ളതിൽ അല്പം വെള്ളമൊക്കെ ഇറച്ചിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് ആവശ്യത്തിലധികം ഇതിൽ തന്നെ വെള്ളമുണ്ട്. ഇറച്ചിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ ഒന്നായിട്ട് കുറുക്കിയെടുക്കാം കേട്ടോ. ഇത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. ഇത് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിൽ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നേ, അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എരിവൊക്കെ പാകത്തിനുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്നുകൂടെ തിളച്ചോട്ടെ. നമ്മളിത് ഉള്ളിയൊന്നും വാട്ടാതെ കേട്ടോ ഇട്ടത്. ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകൊന്നും വാട്ടിയിട്ടില്ല. ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചതാണ് കേട്ടോ. ചാറ് ഒന്നുകൂടെ വറ്റിക്കോട്ടെ കേട്ടോ. അതുവരെ ഒന്ന് തിളച്ച് നോട്ടെ. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതാ ചാറൊക്കെ നല്ലോണം കുറുകി കഷ്ണങ്ങളൊക്കെ നല്ല വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ പാർട്സ് കറി. ഇനി ഇതിലേക്ക് ഇച്ചിരി ചെറിയുള്ളി മൂപ്പിച്ചിടണം. ഒപ്പം തന്നെ ഇത്തിരി കരിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ അടിപൊളി പാർട്സ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് അത്രയ്ക്കുള്ള വീഡിയോ. താങ്ക് യു.